ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. മാരുതി സുസുക്കി എർട്ടിക. മാരുതി സുസുക്കിയുടെ ലൈനപ്പിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു 7-സീറ്റർ MPV മൾട്ടി പർപ്പസ് വെഹിക്കിളാണ് മാരുതി സുസുക്കി എർട്ടിക എന്ന് പറയുന്നത്. ഈ ഒരു വാഹനത്തിന്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 10,55,000 രൂപ മുതൽ 15,94,000 രൂപ വരെയാണ്. ഈ ഒരു വാഹനം നമുക്ക് പെട്രോൾ ഇന്ധനത്തിലും അതുപോലെ തന്നെ പെട്രോൾ പ്ലസ് CNGയിലും അവൈലബിൾ ആണ്. അതിൽ നമുക്ക് മാനുവൽ ട്രാൻസ്മിഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലും ഈ ഒരു വാഹനം നമുക്ക് മാർക്കറ്റിൽ ലഭിക്കുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ധൈര്യമായിട്ട് വാങ്ങാൻ പറ്റുന്ന ഒരു 7-സീറ്റർ MPV ആണ് ഈ ഒരു എർട്ടിക എന്ന് പറയുന്നത്. അപ്പോൾ വളരെ പോപ്പുലർ ആകാനുള്ള കുറച്ച് കാരണങ്ങളിലേക്ക് നമുക്ക് എന്താണെന്ന് നോക്കാം. ഒന്ന്, ഫ്യൂവൽ എഫിഷ്യൻ എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. നമുക്കറിയാം പെട്രോൾ എഞ്ചിനാണ്, ഡീസൽ എഞ്ചിനൊക്കെ മാരുതി ഓൾറെഡി നിർത്തി കഴിഞ്ഞു. K സീരീസ് എഞ്ചിനാണ്, 1.5 ലിറ്ററുള്ള K15C സീരീസിൽപ്പെട്ട എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഹൃദയം എന്ന് പറയുന്നത്. അപ്പോൾ അത് അത്യാവശ്യം നല്ല രീതിയിലുള്ള റെസ്പോൺസ് തരുന്ന വാഹനമാണ്. അതിൻ്റെ കൂടെ തന്നെ സ്മാർട്ട് ഹൈബ്രിഡ് ടെക്നോളജി എന്ന് പറയുന്ന സിസ്റ്റം കൂടി ഈ ഒരു വാഹനത്തിൽ മാരുതി യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു സിസ്റ്റം മാക്സിമം ഫ്യൂവൽ എഫിഷ്യൻ്റ് തരുന്നു. എഞ്ചിന് ഒരു സപ്പോർട്ട് കൊടുത്തുകൊണ്ട് പല ആവശ്യഘട്ടങ്ങളിലും എഞ്ചിന് എക്സ്ട്രാ ഒരു സപ്പോർട്ട് കൊടുത്തുകൊണ്ട് ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട്. ISG എന്ന് പറയുന്ന ഇൻ്റഗ്രേറ്റഡ് സ്റ്റാർട്ടർ ജനറേറ്റർ ആണ് ഈ ഒരു സ്മാർട്ട് ഹൈബ്രിഡ് ടെക്നോളജിയിൽ മാരുതി യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്കത് സെപ്പറേറ്റ് ആയിട്ട് വിശദമായിട്ട് വേറൊരു വീഡിയോ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഹൈബ്രിഡ് ടെക്നോളജി ഉള്ളത് കൊണ്ട് തന്നെ വാഹനത്തിന് ബെറ്റർ ഫ്യൂവൽ എക്കണോമി ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എമിഷൻ മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് കിട്ടുന്നത്, നമ്മൾ സംസാരിക്കുന്ന വണ്ടിയുടെ വില ഇതാണ്. ആ ഒരു വില വെച്ച് നോക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ട കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനം നൽകുന്നുണ്ട് കാര്യം തീർച്ചയായിട്ടും നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു വാഹനത്തിന് കമ്പനി അവകാശപ്പെടുന്ന മൈലേജ് മാനുവൽ ട്രാൻസ്മിഷനും അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കിനും പെട്രോൾ എഞ്ചിന് കമ്പനി പറയുന്നത് 20 km/ലിറ്റർ ആണ്. അത് CNGയിലേക്ക് പോയി കഴിഞ്ഞാൽ 26 ആണ് കമ്പനി പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ മൈലേജ് ഒരു തേർഡ് സർവീസൊക്കെ കഴിഞ്ഞ സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന മൈലേജ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് ആവറേജ് ആയിട്ടൊരു ഡീസൻ്റ് ആയിട്ടുള്ള മൈലേജ് ഈ വാഹനം നൽകുന്നുണ്ട്. ഡിപ്പെൻഡ്സ് അപ്പോൺ ഡ്രൈവിംഗ് സ്റ്റൈൽ, വാഹനത്തിൻ്റെ കണ്ടീഷൻ. അടുത്തെടുത്ത് പറയേണ്ടത് സ്പേസ് ആണ്. സ്പേഷ്യസ് ക്യാബിനാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത്. റിയർ സീറ്റിലായാലും ശരി, സെക്കൻഡ് റോ സീറ്റിലായാലും അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള, ഞാൻ വീണ്ടും എടുത്ത് പറയുകയാണ്, നമ്മൾ ഈ വാഹനത്തിന് സ്പെൻഡ് ചെയ്യേണ്ട എമൗണ്ട് ഇത്രയാണ്. അപ്പോൾ അതിൻ്റെ അനുസരിച്ചുള്ള സെറ്റപ്പൊക്കെ ഈ വാഹനം തീർച്ചയായിട്ടും 100% തരുന്നുണ്ടെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അതുപോലെ തന്നെ വാല്യൂ ഫോർ മണി വേരിയൻ്റ് ആണ്, അല്ലെങ്കിൽ വെഹിക്കിളാണ് ഇത്. ഇത് നമുക്ക് സെക്കൻഡ് ഹാൻഡ് വെഹിക്കിൾ ആയാലും ശരി, അല്ലെങ്കിൽ നമുക്ക് വാങ്ങി കഴിഞ്ഞ ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിലും ഈ ഒരു വാഹനത്തിന് തീർച്ചയായിട്ടും നല്ലൊരു വാല്യൂ ഉള്ള, മാർക്കറ്റിൽ വാല്യൂ ഉള്ളൊരു വെഹിക്കിളാണ് ഈ ഒരു എർട്ടിക എന്ന് പറയുന്നത്. സ്മൂത്ത് റൈഡ് ക്വാളിറ്റി ഒരു വാഹനം നൽകുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സസ്പെൻഷനും സിറ്റിയിലും അതുപോലെ തന്നെ നമുക്ക് ട്രാഫിക്കിലും കുഴപ്പമില്ലാത്തൊരു ഡ്രൈവിംഗ് സ്റ്റൈൽ ഈ വാഹനം നൽകുന്നുണ്ട്. നേരത്തെ പറഞ്ഞ സ്മാർട്ട് ഹൈബ്രിഡ് ടെക്നോളജി ഉപയോഗിക്കുന്നത് കൊണ്ട് ഡ്യുവൽ ബാറ്ററി ഒക്കെ വരുന്നുണ്ട്. സാധാരണ വാഹനങ്ങളിൽ കണ്ടുവരുന്ന ലെഡ് ആസിഡ് ബാറ്ററിയുടെ കൂടെ തന്നെ ഇതിലൊരു ലിഥിയം അയൺ ബാറ്ററി കൂടി സ്മാർട്ട് ഹൈബ്രിഡ് ടെക്നോളജിയുടെ ഭാഗമായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു പെർഫോമൻസ് ഈ വാഹനം കാഴ്ചവെക്കുന്നുണ്ട്. എഞ്ചിനൊരു സപ്പോർട്ട് കൊടുക്കുകയാണ് ഈ ഒരു സിസ്റ്റം ചെയ്യുന്നത്. അപ്പോൾ എഞ്ചിന് അത്രയും എഫേർട്ട് എടുക്കുന്നത് കുറയും. അതിനനുസരിച്ചുള്ള പെർഫോമൻസ് നമുക്ക് മൈലേജിൻ്റെ കാര്യത്തിലായാലും പെർഫോമൻസിൻ്റെ കാര്യത്തിലും നമുക്ക് ഈ വാഹനം നൽകുന്നുണ്ട്. റിലയബിൾ ആണ് ഈ ഒരു വാഹനം, അതാണ് എടുത്തു പറയേണ്ട വേറൊരു കാര്യം. റിലയബിൾ ആണ്, അതുപോലെ തന്നെ ലോ മെയിൻ്റനൻസ് ആണ്. നമുക്കിതിൻ്റെ പാർട്സുകളായാലും ശരി, കൃത്യമായിട്ട് ഇതിൻ്റെ മെയിൻ്റനൻസ്, ഏത് വാഹനത്തിൻ്റെ മെയിൻ്റനൻസ് ആയാലും ശരി, പ്രോപ്പറായിട്ട് എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്യുക. എഞ്ചിൻ ഓയിൽ ചെയ്യുന്ന സമയത്ത് ഓയിൽ ഫിൽറ്റർ മാറണം, എടുത്തു പറയേണ്ട വിഷയമല്ല. എയർ ഫിൽറ്റർ കൃത്യമായി ചെക്ക് ചെയ്യുക, ഇൻസ്പെക്ട് ചെയ്യുക, അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യുക. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ എഞ്ചിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമാണ് കൂളിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. എഞ്ചിനൊരു വർക്കിംഗ് ടെമ്പറേച്ചർ ഉണ്ട്. ഈ ടെമ്പറേച്ചർ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സംവിധാനമാണ് വാഹനത്തിൻ്റെ കൂളിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. കൃത്യമായ ഇടവേളകളിൽ കൂളൻ്റ് ചേഞ്ച് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ ഇൻറ്റേർണലായിട്ട് എഞ്ചിനുണ്ടാവും. അത് കാലക്രമേണയാണ് നമുക്ക് ആ എഞ്ചിൻ്റെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് പുറത്തു വരുന്നൊരു സാഹചര്യം ഉണ്ടാകുക. അതുപോലെ തന്നെ മെയിൻ്റനൻസ് കോസ്റ്റും കമ്പാരിറ്റീവ്ലി പ്രൈസ് വളരെ കുറവാണ്. അതിൻ്റെ അർത്ഥം പറ്റ കുറവെന്നല്ല, കമ്പാരിറ്റീവ്ലി നമുക്കൊരു ഈ ഒരു വാഹനം ഉപയോഗിക്കുന്ന ആളുകൾ ഏത് കാറ്റഗറിയിലെ ആളുകളായിരിക്കും ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും. നമുക്ക് ആ ഒരു മെമ്പേഴ്സ് കൂടുതലായിരിക്കും, നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ടിനൊരു ലിമിറ്റ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആളുകളാണ് ഈ ഒരു വാഹനം എടുക്കുന്നത്. അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഫീച്ചേഴ്സോ അങ്ങനെയുള്ള വലിയ സെറ്റപ്പുള്ള വണ്ടിയൊന്നും അല്ല. നമ്മുടെ പർപ്പസ് എന്താണോ, ഫാമിലി മെമ്പേഴ്സ് കൂടുതലുണ്ട്, അല്ലെങ്കിൽ നമ്മൾ യാത്ര പോകുന്ന ആളുകളുണ്ട്, കുട്ടികളുണ്ട്, വാഹനം അല്ലെങ്കിൽ ബിസിനസ് പർപ്പസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ആ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ നമുക്ക് തീർച്ചയായിട്ടും 100% വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന ഒരു വണ്ടി തന്നെയാണ് ഈ ഒരു എർട്ടിക എന്ന് പറയുന്നത്. ഡീസൻറ്റ് ഫീച്ചേഴ്സ് ഈ വാഹനത്തിൽ വരുന്നുണ്ട്. 7 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്.
കണക്റ്റഡ് കാർടെക് എന്ന് പറയുന്ന സിസ്റ്റം വരുന്നുണ്ട്, ക്രൂയിസ് കൺട്രോൾ ടോപ്പ് എൻഡ് മോഡലുകളിൽ വരുന്നുണ്ട്, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളും വരുന്നുണ്ട്, വെന്റിലേറ്റഡ് കപ്പ് ഹോൾഡേഴ്സും ഈ ഒരു വാഹനത്തിൽ കമ്പനി ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് CNG ഓപ്ഷൻ കൂടി വരുന്നുണ്ട്. CNG ഓപ്ഷനിലേക്ക് വരുമ്പോൾ നമുക്ക് ഡിക്കി സ്പേസിൽ CNGയുടെ ടാങ്ക് ഡിക്കിയിലായിരിക്കും ഉണ്ടാവുക. നമുക്ക് ഈ ഒരു 7 സീറ്റർ അല്ല, ഏത് 7 സീറ്റ് എടുത്തു കഴിഞ്ഞാലും ആ ഒരു പ്രശ്നം വരുന്നത് ഡിക്കിയിൽ സ്പേസ് വളരെ ലിമിറ്റ് ആയിരിക്കും. അപ്പോൾ CNG വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഭാഗം ആ ടാങ്കിനായിട്ട് മാറ്റി വെക്കേണ്ടി വരും. പക്ഷേ വാഹനം നല്ല രീതിയിലുള്ള മൈലേജും കാര്യങ്ങളൊക്കെ CNGയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. പിക്കപ്പിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. വണ്ടി ഓടിച്ച അളന്ന നിലയ്ക്ക് വണ്ടി സ്മൂത്താണ്. നമുക്ക് ആ ഒരു പ്രൈസ് റേഞ്ചിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം തന്നെയാണ് ഈ ഒരു എർട്ടിഗ എന്ന് പറയുന്നത്. വാഹനത്തിൽ സേഫ്റ്റി ഫീച്ചേഴ്സുമായി ബന്ധപ്പെട്ട് എയർ ബാഗ്, ABS, EBD തുടങ്ങിയ ഫീച്ചേഴ്സൊക്കെ ഒരു വാഹനത്തിൽ ലോഡഡ് ആണ്. അതുപോലെ തന്നെ സെക്കൻഡ് റോയിൽ നമുക്ക് റൂഫ് ടോപ്പിൽ AC വെന്റും കൂടി വരുന്നുണ്ട്. റിയറിലേക്ക് നല്ല രീതിയിൽ AC സർക്കുലേഷൻ ഈ ഒരു വാഹനത്തിൽ കിട്ടുന്നുണ്ട്. ഈ ഒരു വാഹനത്തിന് കമ്പനി പറയുന്ന വാറണ്ടി എന്ന് പറയുന്നത് 3 വർഷമാണ്, അല്ലെങ്കിൽ 1,00,000 കിലോമീറ്റർ ആണ്. നമുക്കത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അപ് ടു 6 ഇയേഴ്സിലേക്ക് നമുക്ക് വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. എക്സ്റ്റൻഷൻ ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലത്. അത് വാഹനം പർച്ചേസ് ചെയ്യുന്ന സമയത്ത് തന്നെ ആ ഒരു വാറണ്ടി എക്സ്റ്റൻഷൻ എടുക്കുന്നതാണ്. നമുക്ക് പ്രൈസ് കുറച്ച് ഡിസ്കൗണ്ട് കിട്ടുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇൻ കേസ് എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു വാറണ്ടിയിൽ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. ഈ ഒരു വാഹനത്തിൻ്റെ പാർട്സുകൾക്കൊക്കെ നമുക്കറിയാം ആ ഒരു കാറ്റഗറിയിൽ വരുന്ന വെഹിക്കിളാണ്. അപ്പോൾ സസ്പെൻഷൻ്റെ ഭാഗമായാലും ശരി, അതിൻ്റെ ടൈറോയിഡ്, ബോൾ ജോയിൻ്റ് അങ്ങനെയുള്ള ഭാഗങ്ങളായാലും ശരി, എഞ്ചിൻ്റെ മൗണ്ടിങ്ങുകൾ അങ്ങനെയുള്ള ഭാഗങ്ങളായാലും ശരി, ഇതൊക്കെ ഒരു പെർട്ടിക്കുലർ ലൈഫ് നൽകുന്ന ഒരു പാർട്സുകളാണ്. പിന്നെ നമ്മൾ അത്രയും റഫായിട്ട് ഓടിച്ചാൽ മാത്രമേ ആ ഒരു വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഈ വാഹനത്തിലേക്ക് വരും. എന്നാലും നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ എക്സ്റ്റൻഡഡ് വാറണ്ടി എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിൻ്റെ എഞ്ചിൻ്റെ പെർഫോമൻസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 1462 cc ആണ്. പവർ വരുന്നത് 75.8 kW ആണ്. ടോർക്ക് വരുന്നത് 139 Nm ആണ്. വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തായാലും അതുപോലെ തന്നെ എക്സ്റ്റീരിയർ ഭാഗത്തായാലും അത്യാവശ്യം നല്ല രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മാക്സിമം നമുക്ക് ഈ വാഹനം സ്പേസ് നൽകുന്നുണ്ട്. 3rd റോ സീറ്റ് മടക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള സ്പേസും ഈ വാഹനത്തിൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു 7 സീറ്റർ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൈസ് ഈ ഒരു റേഞ്ചിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക. വാഹനം വാങ്ങുമ്പോൾ തീർച്ചയായിട്ടും ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണം. അത് ഫാമിലിയോടുകൂടി ചെയ്യുകയാണെങ്കിൽ അത്രയും കുറച്ചുകൂടി ബെറ്ററാണ്. കാരണം ഓരോ ആളുകൾക്കും ഓരോ രീതിയിലുള്ള കംഫർട്ടാണ് വരുന്നത്. അപ്പോൾ മാക്സിമം നമുക്ക് ഈ ഒരു പ്രൈസ് ടാഗിൽ വാങ്ങാൻ പറ്റുന്ന നല്ലൊരു വെഹിക്കിളാണ് മാരുതി എർട്ടിഗ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിൽ രേഖപ്പെടുത്തുക. വാഹനം വാങ്ങുമ്പോൾ എപ്പോഴും നമ്മൾ ഒരു എക്സ്റ്റൻഡ് വാറണ്ടി എടുക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ഈ ഒരു വാഹനം വലിയ തലവേദന ഒന്നും ഉണ്ടാക്കാത്ത വാഹനമാണ്. പക്ഷേ കഷ്ടകാലം പിടിച്ചവന് ചിലപ്പോൾ ഈ ഒരു വാഹനം കൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ കമൻറ്റ് പറയുന്നത്. കാരണം കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇൻവിക്ടോ ഫസ്റ്റ് ബാച്ചിൽ വന്ന വാഹനം വാങ്ങിയ ഒരു കസ്റ്റമറുടെ പ്രശ്നങ്ങൾ. വണ്ടിക്ക് എപ്പോഴും പല പല പ്രശ്നങ്ങളാണ്. ആക്ച്വലി ആ വാഹനം ടൊയോട്ടയുടെ കർണാടകയിലെ പ്ലാന്റിലാണ് മേക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് വലിയ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ നിങ്ങൾ തീർച്ചയായിട്ടും എക്സ്റ്റൻഡ് വാറണ്ടി എടുക്കുക. അപ്പോൾ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും അറിയിക്കുക കേട്ടോ. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അടുത്ത പുതിയൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.